ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എൻ്റെ ബാക്കിൽ കാണുന്നതെന്ന് വെച്ചാൽ എസ് വളവാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ തമിഴ്നാടിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളിലേക്കാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കേരളത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങ് കൃഷി തമിഴ്നാട്ടിൽ ധാരാളമുണ്ട്. നമുക്ക് പോകുന്ന വഴിയിൽ മൊത്തവും കാണാം. നമുക്കിപ്പം കേരളത്തിലൊക്കെ ഇവിടെ നിന്നൊക്കെയാണല്ലോ തേങ്ങയൊക്കെ വരുന്നത്. നമ്മളെ നാട്ടിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഇവിടെ ധാരാളമുണ്ട്. നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം. ഇതാണ് നമ്മളെ തമിഴ്നാട്ടിലെ കേരള പാലസ്. ആണ്ടേ നമുക്കിവിടെ അകത്ത് അങ്ങ് ദൂരെ നമുക്ക് കേരള പാലസ് കാണാം. ആണ്ടേ പക്ഷേ ഇപ്പം നമുക്ക് അകത്തോട്ട് കയറാനുള്ള പെർമിഷനൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് അപ്പുറത്തോട്ട് പോകുമ്പോൾ വേറൊരു കാഴ്ചയുണ്ട്, അത് നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചെടുത്തേ പോയ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ കേരള ഹൗസിനകത്ത് കയറി. ആണ്ടേ സെക്യൂരിറ്റി വിളിച്ച്, ഫോൺ നമ്പർ ഉണ്ടായിരുന്നു, അങ്ങനെ വിളിച്ച് അകത്ത് കയറി. നമുക്ക് അകത്തോട്ടുള്ള കാഴ്ചകൾ കാണാം. അതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ പാലസിൻ്റെ ഒരു ഇത് കിടപ്പുണ്ട്, മാപ്പുണ്ട്, കണ്ടോ. ഏകദേശം 56 ഏക്കറിലാണ് ഈ പാലസ് നിൽക്കുന്നത്. ചുറ്റും മൊത്തം കാടാണ് കേട്ടോ. ഈ നമ്മളെ കുറ്റാലം വെള്ളച്ചാട്ടമല്ലേ, വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ നമ്മളെ കേരള പാലസ് വരുന്നത്. ഈ കാണുന്നതാണ് കേരള പാലസ്. കണ്ടേ ഇവിടെ നമുക്കൊരു ചെറിയൊരു ഇത് പഴയൊരു പാലസാണ്. കണ്ടോ, ഇവിടെ ചെറിയ കിണറുണ്ട്. ബാക്കിൽ നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ ഒരു പാലസ് ഉണ്ട്, ചെറിയൊരു പാലസ്. ഇവിടെ നിന്ന് നേരെ കാണുന്നതാണ് കുറ്റാലം വെള്ളച്ചാട്ടം. അങ്ങോട്ട് നമുക്ക് പോവാം. അതിനകത്തുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. നമ്മുടെ ഈ പാലസിൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തം കാട് കയറി നശിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ദൂരെ അവിടെ ഒരു കോട്ടേജ് കാണാൻ സാധിക്കും. നമ്മൾ ബാക്കിലോട്ട് വന്നാൽ ഒരു പഴയ ഒരു പാലസിൻ്റെ അതേ ഷേപ്പിലാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ കാണുക, മൊത്തം ഓടിട്ട് ഫ്രണ്ടിൽ മാത്രം അവർ ഓട് മാറ്റി അവർ ഷീറ്റാക്കിയിട്ടുണ്ട്. ഈ കാണുന്നത് കൊട്ടാരത്തിൻ്റെ ഒരു ഇടനാഴികയാണ്. ഇവിടെ ഏകദേശം 11 കോട്ടേജേഴ്സാണ് ഉള്ളത്, ഈ മെയിൻ പാലസ് ഉൾപ്പെടെ. അതിൽ ഒരെണ്ണം പോലീസ് ക്യാമ്പാണ്. ഇത് ഈ 11 കോട്ടേജസും നമുക്ക് ഇവിടെ അവരായിട്ട് നമുക്ക് നൽകുന്നുണ്ട്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ
ഈ വീഡിയോ തന്നെ ഞാൻ പറയുന്നതായിരിക്കും. ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതായിരിക്കും. ഇനി അകത്ത് പോയിട്ട് ഇതിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ആണ്ട പാലസിനകത്ത് കയറിയിരിക്കുക. കണ്ട നമ്മൾ പുറത്ത് നിന്ന് കണ്ടതൊക്കെ നമുക്ക് കാണാം. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു നീളത്തിൽ കിടക്കുന്നത് ഒരു ഇടനായിക പോലെ കണ്ടേ, അതാണ് ഇത് മൊത്തം ഓടാണ്. കണ്ട ഇവിടെയൊക്കെ ഓരോ മുറികളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങേ അറ്റം വരെ നമ്മളിങ്ങനെ നടന്നു വന്നു. കണ്ടേ, രണ്ട് സൈഡും നമുക്ക് കാണാം. കണ്ട ഇടനാഴിക കണ്ട അടിപൊളി. രണ്ട് സൈഡ് ഓടൊക്കെ പാകി കണ്ട പഴയ നമ്മളെ കൊട്ടാരങ്ങളൊക്കെ തന്നെ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഇവർ. ഇവിടെ കുറ്റാലത്ത് വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടി ഉള്ള ഒരു ചെറിയൊരു കോട്ടേജാണിത്. ഈ നമ്മളെ ഈ പാലസിൻ്റെ കൂടെ തന്നെയുള്ള 11ാമത്തെ പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത്. ഈ 11 കോട്ടേജും ഇവർ റെൻറ്റിന് കൊടുക്കുന്നതാണ്. ഈ പാലസ് ഉൾപ്പെടെ ഇവർ കൊടുക്കുന്നതായിരിക്കും. ഇതിന് ഈ ബിൽഡിങ്ങിന് ഈ കോട്ടേജിന് വരുന്ന റേറ്റ് എന്ന് വെച്ചാൽ സീസണിൽ വരുന്ന 6500 സംതിങ്, പിന്നെ ഓഫ് സീസണിൽ വരുമ്പോൾ 3500 രൂപയാണ് വരുന്നത്. പിന്നെ നമ്മളെ ഈ പാലസിന് സീസണിൽ വരുന്ന 20,000 രൂപയാണ് ഒരു ദിവസത്തേക്ക്. പിന്നെ ഓഫ് സീസണാണെങ്കിൽ അതിൻ്റെ പകുതി വരും. നിങ്ങളെല്ലാവരും വരിക. ഇവിടത്തേക്ക് വിളിക്കാനുള്ള ഫോൺ നമ്പർ ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ ഇടാം. നമ്മൾ ഈ പാലസിൻ്റെ മുമ്പിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ? നോക്കുക, നേരെ കാണുന്നുണ്ട കുറ്റാലം. പാലസിൻ്റെ മുമ്പിൽ നിന്നുള്ള വ്യൂ കുറ്റാലം. നിങ്ങളിവിടെ കുറ്റാലത്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇവിടെ നമ്മളെ പാലസ്, കേരള പാലസ്. ഇതാ നമ്മളെ പുറകെ കാണാം. ഇവിടെ നിങ്ങൾക്ക് വരണമെങ്കിൽ ഇവിടെ മുൻകൂട്ടി അനുവാദം വാങ്ങണം. അനുവാദം വാങ്ങാൻ ഒരു ഫോൺ നമ്പർ വിളിച്ചാൽ ആ ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. ഇവിടെ ധാരാളം കോട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനൊക്കെ സാധിക്കും. ഈ ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ അതിൽ വിളിച്ചാൽ മതി, അവർ വന്ന് ഗേറ്റ് തുറന്നു തരും. ഓക്കെ.